കിട്ടുന്ന ഭാര്യ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ പുരുഷൻ എവിടെ ചെല്ലുന്നറിയും. ആ മകൻ്റെ ജാതകം കൊണ്ടാണ് അദ്ദേഹം ശരിക്കും രക്ഷപ്പെടുന്നത് പോലും. ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമുള്ളതാണ്. അത് സത്യത്തിൻ്റെ ആ പവിത്രമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടുംബം മുച്ചൂട് നശിച്ചു. 10 ഫാമിലി എനിക്കൊന്ന് കാണിച്ചു തരാമോ? സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് ഒരുപാട് പേരുണ്ട്. 10 കാണിച്ച ഒരുപാട് പറയണ്ട, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തന്നാൽ മതി. ഇതവിടെ നിന്നോട്ടെ. ഇല്ല എന്ന് ഞാൻ അങ്ങ് പ്രൂവ് ചെയ്ത് തരാം. അതായത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ധർമ്മം സംരക്ഷിക്കുക. അടുക്കള ജോലി എന്നല്ല ഞാൻ പറഞ്ഞു, ധർമ്മം സംരക്ഷിക്കുക എന്ന് പറഞ്ഞതാണ്. വരവിനൊത്ത് വേഗം ചെയ്യാൻ കഴിവുള്ളവളായിരിക്കണം ഭാര്യ എന്ന് പറഞ്ഞു. നമ്മുടെ ബുദ്ധി എടുക്കുന്ന തീരുമാനം റോങ് ആയിട്ട് വരുമ്പോൾ, ബുദ്ധി തീരുമാനം എടുക്കുന്നത് റോങ്ങേ വരുള്ളൂ. പ്രപഞ്ചം തീരുമാനം എടുക്കുന്ന മനസ്സിൽ കൂടെയാണ്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ജാതകം തീരണ ദിവസം, ആ പറഞ്ഞ അതേ ദിവസം അതേ സമയം അച്ഛൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി. ആ വണ്ടിയുടെ മോളിൽ കൂടെ ബസ് കയറി വരില്ല. ഒരു കുട്ടിയെ വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല പ്രാധാന്യം, നല്ല പയ്യനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കഷ്ടകാലം വരേണ്ട സമയത്ത് ഒന്നില്ലേ, ഒരാൾക്കും ഭൂമി ഇത് തടയാൻ പറ്റില്ല. കിട്ടുന്ന ഭാര്യ നല്ലതാണെന്നുണ്ടെങ്കിൽ ആ പുരുഷൻ എവിടെ ചെല്ലുന്നറിയോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നിറബറ കർണനില്ലേ, നിറബറ കർണൻ്റെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടാൻ യോഗമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ജാതകം കണ്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. പക്ഷെ ഞാൻ പറയാണ്, എൻ്റെ വീട്ടിലെപ്പോഴും വരാറുണ്ടായിരുന്ന ഒരാളാണ് നിറവറക്കാരനാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. അദ്ദേഹം വിവാഹം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ വന്നത് അദ്ദേഹം ബിസിനസ്സിലേക്ക് കുറേശ്ശെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ കൂടുതൽ വരാനൊക്കെ തുടങ്ങിയത്. അദ്ദേഹത്തിന് മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഒന്നുകൂടി തുറന്നു. ആ മകൻ്റെ ജാതകം കൊണ്ടാണ് അദ്ദേഹം ശരിക്കും രക്ഷപ്പെടുന്നത് പോലും. അപ്പോഴാണ് ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ അച്ഛൻ പറയണത്, എടാ കർണ, നീ ഇങ്ങനെ എത്ര കാലമായി ഈ അരി അവിടെ ഇവിടെയും പൊതി കെട്ടി കൊണ്ട് നടക്കണേ? നീ ഒരു ചെമ്പൊക്കെ മേടിച്ച് വെച്ച് പുഴുങ്ങി സ്വന്തമായിട്ട് ചെറിയ നെല്ല് പുഴുങ്ങി കൊടുക്കാൻ തുടങ്ങുന്നു പറഞ്ഞു. ഒരു കാരണം വേണം. എൻ്റെ അച്ഛൻ അനുഗ്രഹിച്ചു അല്ലെ പറഞ്ഞതുകൊണ്ടായതല്ല, അതൊരു കാരണമാണ്. അപ്പോൾ പുള്ളിയുടെ ബുദ്ധിയിൽ അത് തോന്നുകയാണ്. അങ്ങനെ പുള്ളി തുടങ്ങിയ ബിസിനസ് ഇന്ന് എവിടെ എത്തി? ശരിയാ. മകൻ്റെ സമയം മാറിയപ്പോൾ ഉള്ളത് മുഴുവൻ നശിക്കുകയും ചെയ്തു, ഇല്ലേ? കറക്റ്റ്. അപ്പോൾ പിതാവിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ പിതാവ് ശത്രുസ്ഥാനത്താണ് വരണേന്നുണ്ടെങ്കിൽ പോയി. പിന്നെ മകൻ 2 വിവാഹം കഴിക്കണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 വിവാഹം കഴിച്ചു. 2ാമത്തെ വിവാഹത്തിൽ ഒരുക്കുന്ന ഭാര്യയുടെയും ഭർത്തൃ അച്ഛൻ്റെയും അമ്മയുടെയും ജാതകം ഒന്നും ചേരണമെങ്കിൽ പിന്നെ എവിടെ ഇട്ടത് മാച്ചാവും? എല്ലാം തല്ലി പിരിഞ്ഞേ പറ്റുള്ളൂ. നല്ല ഏതൊരു കുടുംബത്തിലും വിവാഹം നടക്കുമ്പോൾ ജാതകം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറ്റുന്നത് കേരളത്തിലെ അച്ഛൻ്റെ ജാതകം വച്ചിട്ട് ഈ കൊച്ചിനെ നോക്കിയിട്ട് കാര്യമില്ല. അമ്മയുടെ ജാതകം താട്ടെ എന്ന് പറഞ്ഞു. ശരിയാ. അച്ഛൻ്റെ മാത്രം എടുത്ത് വെച്ച് നോക്കരുത്, അമ്മയുടെയും വേണം. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ ധർമ്മം ചെയ്യുന്നത്. ഇത് പറയുന്നതൊക്കെ ഇതൊക്കെ നമ്മുടെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജോലികളാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ജ്യോത്സ്യൻ ധർമ്മിഷ്ഠനാവട്ടെ അല്ലാതെ ആവട്ടെ, അവൻ കുറേ കുറിയൊക്കെ തൊട്ടിട്ടുണ്ടാവും, ആടയാഭരണം ഉണ്ടാവും, മാലകളൊക്കെ മറ്റേ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്താ അത്? ഇതവൻ ചേഷ്ട കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയണില്ല. ശരിക്കും അവൻ്റെ ഉള്ളിലെ വിശ്വാസം കൊണ്ട് ഇട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ജാതകവും കൂടി എടുത്തു വച്ചിട്ട് വേണം ഇത് നോക്കാൻ. അപ്പോൾ പറയും അമ്മ ഡെൻമാർക്കിൽ ജനിച്ചാണ്, അമ്മയ്ക്ക് തലയിൽ ജാതകം ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കഴിവുള്ള. ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ച് എത്ര വയസ്സിലെ കുട്ടി ഉണ്ടായെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അതിനെ കണക്ക് കൂട്ടി ബാക്കിലേക്ക് എടുത്ത്, അപ്പം നമ്മൾ പഞ്ചാംഗത്തിൻ്റെ സഹായം അല്ല പോകണം, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു നല്ല ബുക്ക് റീഡ് ചെയ്യുന്ന ആളല്ലേ, ഒരു നല്ല ബുക്ക് റീഡ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ ബുക്ക് നമ്മുടെ അലമാരിലുണ്ടെങ്കിൽ പോയി എടുത്തു നോക്കൂലേ? എന്നിട്ട് അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഒരു നല്ല ബുക്ക് റീഡ് ചെയ്യുന്നവൻ്റെ ടേബിളിൽ നോക്കി ഒരു 15 ബുക്ക് വേറെ ഇരിപ്പുണ്ടാവും. ശരി. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ സ്ലിപ്പും കയറ്റി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാ? റെഫറൻസ് എടുത്തിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്നതല്ല, അവൻ അതിനോടുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ ജ്യോത്സ്യം എന്ന് പറയുന്നത് ബിസിനസ് നശിച്ചു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ഒരു മാർഗമില്ല, ഒരു 6 മാസത്തെ കോഴ്സുണ്ട് എന്നാൽ ഇത് ചെയ്തേക്കാം. ഇതല്ല ജ്യോത്സ്യം. ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമുള്ളതാണ്. അത് സത്യത്തിൻ്റെ ആ പവിത്രമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുടുംബം മുച്ചൂട് നശിച്ചു. ശരി. കൈകാര്യം ചെയ്യുന്നവൻ്റെ എത്ര ജ്യോത്സ്യന്റെ കുടുംബം എത്രയോ പേരുടെ നമുക്ക് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ലൈഫ് നമുക്ക് അറിയാനുള്ള കാര്യമാണ് പ്രശ്നം. ഈ കോവിഡ് വന്ന സമയങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും മാവ് മുളച്ചു വരുന്നത് പോലെ ചെറിയ ബോർഡും ജ്യോതിഷാലയും ഒരുപാടുണ്ടായിരുന്നു. അതിന് കേവലം ഒരു സോഫ്റ്റ്വെയർ മാത്രം മേടിച്ച് വെച്ചിട്ട്
സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത് ജീവിതം കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് തമിഴ്നാട് പോയാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ അത് നടത്തിക്കോട്ടെ. അത് മേ ബി പ്രഡിക്ഷൻസ് കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കാൽക്കുലേഷൻസ് കറക്റ്റുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു വൺ ഓഫ് ദ ലീഡിങ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ ചീഫ് മാനേജറായിരുന്നു ഞാൻ. അത്യാവശ്യം ലീഡ് ചെയ്ത് നിൽക്കുന്ന പല കമ്പനികൾക്കും ഞാൻ സോഫ്റ്റ്വെയർ ഇൻറ്റിഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മനോരമ, മാതൃഭൂമി, പല കമ്പനിയുടെയും അസ്ട്രോളജിക്കൽ പേജ് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നത്. സോ അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ. അപ്പോൾ ഇതിനകത്ത് വരുന്ന സാധാരണ യൂസേഴ്സ് വന്നിടുന്ന ഇൻപുട്ട്, ജനിച്ച ഡേറ്റ്, ജനിച്ച സമയം, ജനിച്ച പ്ലേസ്, ഇതിൻ്റെ ബാക്ക് എൻഡ് കൊടുക്കുന്നത് നമ്മളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ഒരു ജനറിക് ഔട്ട്പുട്ട് മാത്രമാണ്. കസ്റ്റമൈസേഷൻ വരുന്ന സമയത്ത് നല്ലൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോഴാണ് പൂർണ്ണമായിട്ട് അവിടെ ഒരു വിശകലനം ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എന്നാലും വരുന്ന ക്വസ്റ്റ്യൻസ് എവിടെയാണ് ഗുരുജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റാണ്. ഇതൊക്കെ ഒരു പരിധി അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് മിണ്ടാതെ ഒരു സൈഡിൽ കൂടെ ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന കേസാണ്. ഏറ്റവും കൂടുതൽ അമ്മമാർ വേദനിക്കുന്ന മക്കളുടെ കല്യാണമാണ്. ഇവിടെ മാരേജ് മാച്ചിങ് ഒന്നും നോക്കാതെ എത്രയോ ഫാമിലി സന്തോഷത്തോടെ പോകുന്നില്ലേ? അപ്പോൾ ഗുരുജി പറയും, നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയുക, ശരി, എനിക്ക് തിരിച്ചു ചോദിക്കാൻ, ഒരു 10 ഫാമിലി എനിക്കൊന്ന് കാണിച്ചു തരാമോ? സന്തോഷമായിട്ട് പോകുന്നു ഒരുപാട് പേരുണ്ട്. കാണിച്ച ഒരുപാട് പറയണ്ട, ഞാൻ കാണിച്ചു തരാം. എനിക്ക് കാണിച്ചു തന്നാൽ മതി. ഇതവിടെ നിന്നോട്ടെ. ഇല്ല എന്ന് ഞാൻ അങ്ങ് പ്രൂവ് ചെയ്ത് തരാം. ഗുരുജി, നിങ്ങൾ പ്രത്യക്ഷത്തിൽ നല്ല കപ്പിളായിട്ട് നടക്കണ്ടാവും. പരോക്ഷത്തിലാണ്. അവരുടെ ഉള്ളിൽ ഒരിക്കലും ഈ പറയുന്ന ഇതുണ്ടാവില്ല. അവർ സന്തുഷ്ടരായിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാം. സൊസൈറ്റിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുസ്ലിംസ് എത്രയോ പേര് നോക്കുന്നില്ല, ജാതകം നോക്കുന്നില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. ഇവിടെ മുസ്ലിംസിൻ്റെ കേസിൽ ഞാനൊരു എക്സാമ്പിൾ എടുത്തു വെച്ച് തരാം. ഇപ്പോൾ ഭാരതത്തിലെ എക്സ്പെഷ്യലി കേരളത്തിൽ എങ്ങനെയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും ജോലിക്ക് പോവാണ്. പോവണ്ടെന്നല്ലാട്ടോ പറയണത്, സ്ത്രീകൾ ജോലിക്ക് പോകണം. മുസ്ലിങ്ങൾ കൂടുതലും ജോലിക്ക് പോകണില്ല. അവർ ഹസ്ബൻഡിന് ഡിപ്പെൻഡൻ്റായി തന്നെ നിൽക്കുകയാണ്. ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി എന്താണ്? അതായത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ധർമ്മം സംരക്ഷിക്കുക. അടുക്കള ജോലി എന്നല്ല ഞാൻ പറഞ്ഞത്, ധർമ്മം സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ്. വരവിനൊത്ത് ചെലവ് ചെയ്യുന്ന അല്ലെങ്കിൽ വരവിനൊത്ത് വ്യയം ചെയ്യാൻ കഴിവുള്ളവളായിരിക്കണം ഭാര്യ എന്ന് പറയുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവളായിരിക്കണം ഭാര്യ എന്ന് പറയുന്നത്. അവർക്കത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവരുടെ ഉള്ളിൽ പോയി പരിശോധിച്ചിട്ടില്ല. ഞാൻ ബാഹ്യമായിട്ട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അവരൊരു പക്ഷേ അവരുടെ സിസ്റ്റത്തിൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അവരവിടെ പീഡനമാണോ നല്ലതാണോ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞത്. അങ്ങനെ അവരുടെ കുടുംബജീവിതം വളരെ നന്നായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർക്കവിടെ സ്ത്രീകളിൽ എന്തെങ്കിലും പ്രത്യേക ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഡെഫിനറ്റ്ലി അത് തന്നെയാണ്. ഞാൻ നമ്മുടെ സംസ്കാരത്തിൽ പറയാം, ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും ഈ പറയുന്ന ഒരു സാധനം ഇല്ല. പക്ഷേ ഗുരുജി, ഞാൻ എൻ്റെ കല്യാണം അത് ജാതകം നോക്കിയല്ല നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ അന്ന് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും മാർക്കറ്റിൽ നടക്കുന്ന കമേഴ്ഷ്യൽ അറിയാമെന്നുള്ളത് കൊണ്ടും, അതായത് ജാതകം മാറ്റി എഴുതി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിരന്തരം കാണുന്നുണ്ടായിരുന്നു പലയിടത്ത്. അതുകൊണ്ടല്ലാതെ വിശ്വാസമില്ലാത്തതുകൊണ്ടോ, ഞാൻ 100% വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയുമാണ്, ഉപാസകനുമാണ്. അപ്പോൾ അന്നൊന്നും അത്രയും ഇല്ലായിരുന്നെങ്കിലും അന്നും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ജാതകം നോക്കാതെയാണ് എൻ്റെ കല്യാണം നടന്നത്. പക്ഷേ അതിനുശേഷം വീട്ടുകാരോട് നോക്കി. അപ്പോൾ എന്ത് പറഞ്ഞു? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കാതെ എന്തിനാ നോക്കിയത് ഞാൻ ചോദിച്ചു. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞ, നോക്കാതെ മാനസിക പൊരുത്തം വെച്ച് പോകുന്ന ഒരുപാട് പേരില്ലേ. ഞാനിത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഗുരുജി. എത്രയോ അമ്മമാർ കേരളത്തിൽ വേദനിക്കുന്നുണ്ട്. കുട്ടികളുടെ കല്യാണം ചൊവ്വാദോഷം കൊണ്ട് മുടങ്ങുന്നത്. ഈ ഇത്രയും ദൂരെ കിടക്കുന്ന ഒരു ചൊവ്വാദോഷം പേരിൽ എങ്ങനെയാണ് മുടക്കുന്നത് ഗുരുജി? പറയാം. നമ്മൾ ചൊവ്വാദോഷം കൊണ്ട് എന്തിനാ മുടക്കണേന്നറിയോ? ഇപ്പോൾ പ്രദീപ്ജിയുടെ ലൈഫിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എനിക്കതിന് ഉത്തരം പറയാനുള്ളത്, നമ്മളെല്ലാവരും പൂർവ്വജന്മ വാസനയ്ക്കനുസരിച്ച് ഇന്നയാളെ കല്യാണം കഴിക്കണം എന്ന് ഓർത്ത് വന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതെ. അത് ഓരോ ഏജിലുണ്ടായിരുന്നു. നിങ്ങൾ കല്യാണം കഴിച്ച ഏജ് XY എന്ന് പറഞ്ഞ ഏജാണ്. അതിന് മുമ്പുള്ള ആളെയാണ് ഇപ്പോൾ നിങ്ങൾ കെട്ടിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ആയിരിക്കില്ലായിരിക്കുന്നത്. ശരി. ഇയാളായതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇതാണ് നിങ്ങളുടെ ധർമ്മപത്നി ആവേണ്ട ആൾ. മറ്റേത് നിങ്ങളുടെ ഭാര്യ ആവേണ്ടതായിരുന്നു, ധർമ്മപത്നിയല്ല. അപ്പോൾ ഒരാൾക്ക് ആരാണ് നിയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വളരുന്ന വീട്, ജീവിക്കുന്ന സാഹചര്യം എല്ലാം വരികയാണ്. ഒരു കൂട്ടുകെട്ട് മതി ഒരാളെ ചീത്തയായി പോകാൻ, ഇല്ലേ? ആ കൂട്ടുകെട്ട് പോലും തീരുമാനിക്കുന്ന പ്രപഞ്ചമാണ്. അത് നമ്മുടെ ബുദ്ധി എടുക്കുന്ന തീരുമാനം റോങ് ആയിട്ട് വരുമ്പോൾ, ബുദ്ധി തീരുമാനം എടുക്കുമ്പോൾ റോങ്ങേ വരുള്ളൂ. പ്രപഞ്ചം തീരുമാനം എടുക്കുന്നത് മനസ്സിൽ കൂടെയാണ്. അതൊരു ഇമോഷണലി ആയിരിക്കും അത് എടുക്കുന്നത്. ആ ഒരു തീരുമാനമാണ് എപ്പോഴും സക്സസ്സിലേക്ക് ചെന്നെത്തുന്നത്.
പക്ഷെ മോട്ടിവേഷൻ പഠിപ്പിക്കുന്ന ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജാതകം നോക്കണമെന്ന് ആരും പറയണില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണത്. നിങ്ങൾക്ക് ജാതകം നോക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വന്നു, അപ്പോൾ അയാൾ പറയണെന്താ, ഓ നേരത്തെ അത് അറിഞ്ഞിരുന്നെങ്കിൽ വരാതിരിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നല്ലോ എന്ന്, ഇല്ലേ? അതെ അതെ, ഇതാ ഞാൻ പറയുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു കുട്ടി ജനിക്കുമ്പോൾ പോയിട്ട് ഉടനെ എഴുതേണ്ട സാധനം അല്ല അത്. ആ കുട്ടിയുടെ ജീവിതം പൊക്കോട്ടെ. ജ്യോതിഷം ഉണ്ടെന്ന് പോലും ചിന്തിക്കണ്ട. ഇനി അത് ഉണ്ടെന്ന് മനസ്സിലായെന്നിരിക്കട്ടെ. എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ജാതകം അനുസരിച്ച് ആ കുട്ടി ക്രിമിനലാവും. പക്ഷെ ആ കുട്ടിയുടെ ആ ക്രിമിനൽ വാസനയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ ശ്രേഷ്ഠമായ ജീവിതം നയിച്ചു. കാരണം ഈ അമ്പലത്തിൽ പോവുക, ആ അമ്പലത്തിൽ പോവുക, ഇവിടെ പോവുക, പൂജ നടത്തുക, വഴിപാട് ചെയ്യുക. അവരൊരു നിഷ്ഠയോടുള്ള ജീവിതം, അവരുടെ ഭയം കൊണ്ട്, പശ്ചാത്താപം കൊണ്ട് അവരുടെ മകൻ മാറി 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 വന്ന് നല്ല സുന്ദരമായിട്ട് ജീവിതം നയിക്കുക. ഇനി എൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ വീട്ടിലെ ഉദാഹരണം പറയാം. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ജാതകം തീരണ ദിവസം, ആ പറഞ്ഞ അതേ ദിവസം അതേ സമയം അച്ഛൻ്റെ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. ആ വണ്ടിയുടെ മോളിൽ കൂടെ ബസ് കയറി വരികയും ചെയ്തു. അന്ന് എനിക്ക് വളരെ ചെറുപ്പമാണ്. ആ ജാതകം മാറുന്ന സമയത്താണ് ആ പറയുന്ന എൻ്റെ വല്യച്ഛൻ്റെ മകൾക്ക് കുട്ടി ഉണ്ടാവണം. അപ്പോൾ കുട്ടി ഉണ്ടാവണതോടെ വല്യച്ഛൻ്റെ ജാതകം മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഡിസൈഡ് ചെയ്തേക്കണതാണ്, നമ്മളൊന്നും പ്ലാൻ ചെയ്തേക്കണമല്ല. ജാതകം തീരണമെന്ന് തീരുമാനിച്ചേക്കുന്ന ആ വ്യക്തിയുടെ ജാതകം. അതിന് മകളുടെ കുട്ടി ഉണ്ടാവുമ്പോൾ ജാതകം മാറണം എന്ന് പറയുന്നത് മറ്റൊരു റീസൺ. ഇനി ആ കുട്ടി ഉണ്ടാവുമ്പോൾ അമ്മാവന് കഷ്ടകാലം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് ബാലൻസ് ചെയ്യണ്ടേ. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത അമ്മാവനാണ്. അപ്പം അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ അത് എവിടെയെങ്കിലും എടുത്ത് കൊടുക്കണം, ആ കുടുംബത്തിൽ തന്നെ കൊടുക്കണം. അത് അമ്മാവന് കൊടുത്തു. അമ്മാവൻ എങ്ങാണ്? അമ്മാവന് പാമ്പ് കടി, തേള് കടി, അത് ഇത് കണ്ടമാനം കഷ്ടകാലങ്ങളായിരുന്നു. അതും പൂജയും വഴിപാടും അതൊക്കെ ആയിട്ട് നടന്ന് ആ കാലം അങ്ങ് ഓവർകം ചെയ്തു പോയി. ഇങ്ങനെയാണ് ഓരോ ജാതകത്തിൻ്റെയും തലയിലെഴുത്ത് മാറണത്. ഒരു കുട്ടിക്ക് ജാതകവശാൽ ഇപ്പോൾ ചൊവ്വാദോഷമാണെന്ന് പറയാണ്, കല്യാണം നടക്കണില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചു പോയാൽ നമുക്ക് മനസ്സിലാവും. ആ കുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് വരാൻ പോകുന്ന വരൻ ആ സമയത്ത് കല്യാണം നടന്നാൽ അതിൻ്റെ ജീവിതം പോക്കാണ്. ഒരു കുട്ടിയെ വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല പ്രാധാന്യം, നല്ല പയ്യനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഗുരുജി, അങ്ങനെയാണെങ്കിൽ ഗുരുജി പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിനകത്ത് കല്യാണം കഴിയാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ സൈഡിലുണ്ട്. ഇവിടെ മധ്യമരജ്ജു എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 21 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിയെ കെട്ടിച്ചയക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഫിലോസഫി എന്ന് ഒരു അമ്മയെ ഓർമ്മിക്കില്ല. എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുക, എൻ്റെ ഉത്തരവാദിത്തം കഴിയുക എന്നുള്ളൊരു സാധാരണ ചിന്താഗതിയാണ്. കുറച്ചുകൂടെ അടുത്ത ലെവലിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒക്കെ സമയമാകുമ്പം കഴിയും, നല്ല ആൾ വരികയാണെങ്കിൽ ഗുരുജി പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഈ 40 വയസ്സിട്ടും കല്യാണം കഴിക്കാത്ത ആൾക്കാർ നിൽക്കുന്നത് ചൊവ്വാദോഷത്തിനെ പേടിപ്പെടുത്തി വച്ചേക്കുന്നതുകൊണ്ടാണ് ആണ്. അപ്പോൾ ഇത് എവിടെയാണ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്? ഇതിന് 2 തരത്തിൽ ആൻസർ ഉണ്ട്. ഒന്ന് ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം, രണ്ടാമത്തെ ഫാക്റ്റ് പറയാം. ഇവിടെ നമുക്ക് അറിവില്ലായ്മയാണ് ഇവിടെ മിസ്റ്റേക്ക് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ബിസിനസ്സുകാരൻ തീരുമാനിച്ചാൽ, നമ്മളെ പോലുള്ളവരുടെ മുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഇവിടെയുള്ള ആളുകൾക്ക് അറിവ് കിട്ടി. ശരി, ഇവിടെ ഒരു സ്പിരിച്വൽ ചാനൽ ഇല്ല. സ്പിരിച്വൽ ചാനലിൽ പോയിട്ട് നമ്മൾ കൂത്താട്ടവും ഡാൻസും കോമഡിയും കാണേണ്ട കാര്യമില്ല. ഒരു പ്രോപ്പർ സ്പിരിച്വൽ ചാനൽ നമുക്ക്, സ്പിരിച്വൽ ചാനൽ എന്നുദ്ദേശിച്ച് ഈ TV ചാനലല്ല, സ്പിരിച്വൽ സിസ്റ്റം ചാനൽ നമുക്കില്ല. ഇത് പഠിപ്പിക്കേണ്ടത് എവിടെയാണോ അത് പഠിപ്പിക്കാനും അത് അറിവിൻ്റെ രീതിയിൽ പകർന്നു കൊടുക്കാനുമുള്ള ഒരു സ്ഥലം നമുക്കുണ്ടെങ്കിൽ, അതിന് നമുക്ക് TV സ്റ്റേഷനും ആവാം, ഉണ്ടെങ്കിൽ ഈ ആളുകൾക്ക് തെറ്റിദ്ധാരണയില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചാനലുകളല്ലേ നമുക്ക് അറിവുകൾ മുഴുവൻ തന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അറിവാണെങ്കിൽ ചീത്ത അറിവാണെങ്കിൽ. ഇതേ സ്ഥലത്ത് സ്പിരിച്വാലിറ്റിക്ക് ഒരു സ്പേസ് കൊടുക്കണം. നമ്മൾ എന്നും പറയാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് മനുഷ്യൻ വഞ്ചിക്കപ്പെടുക. വഞ്ചിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യത്തെ സമൂഹത്തിന് തുറന്നു കാണിച്ചു കൊടുക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ തന്നെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഈ കുഞ്ഞ് അബാഗ് മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ സത്യത്തെയും മിഥ്യയെയും എടുത്ത് 2ആയിട്ട് തിരിക്കാൻ പറ്റും. കാരണം സകല ഗുരുക്കന്മാരെ വിളിച്ചങ്ങ് ഇരുത്തുക, എന്നിട്ട് അങ്ങടെ എക്സാം അങ്ങ് എഴുതിച്ചോ,
അപ്പോൾ ആരാ പാസ്സാവണേന്ന് അറിയാലോ. അല്ല, ഇതിനകത്ത് ഈ ഗുരുജി പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് എല്ലായിടത്തും വേണ്ടത്. ഇതിൻ്റെ ഒരു വേറൊരു സംഭവം ബാംഗ്ലൂരിൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന പ്രോജക്റ്റിൽ ഞാൻ കുറച്ച് ഡീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പ്രഭാകർ കശ്യപ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ സ്കോപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. കർണാടക DGP അമർ പാണ്ഡെ, കർണാടക DSP കൃഷ്ണകാന്ത് IPS, ഇവരെല്ലാം ഫ്രണ്ട് ചെയ്തിട്ട് പാരൻറ്റിങ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഡിബേറ്റ് എടുത്തു. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഈ ഡോക്ടർ സുധ എന്ന് പറയുന്ന കൊളംബിയേഷ്യയിലെ ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്ത് MBBS ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം നോക്കിയാണ് സർജറി ചെയ്യുന്നത്. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഒരുപാട് കേസ് സ്റ്റഡി നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിലേക്ക് പോകുന്നതും വിളിക്കുന്നതും. അപ്പം X എന്ന് പറയുന്ന ആളുടെ നക്ഷത്രം ഇതാണ്, രാശി ഇതാണ്, അല്ലെങ്കിൽ ദശാകാലങ്ങൾ ഇതാണെന്നൊക്കെ വച്ചിട്ട് ഈ സമയം നിങ്ങൾക്ക് സർജറിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം അസ്ട്രോളജർ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, LICയുടെ ടോപ്പ് ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ സമയം സർജറി ചെയ്തു. ദൈവഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ നല്ല സോൾ ആയതുകൊണ്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നെയാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ജാതകം ഒറിജിനൽ അല്ല. എന്നാൽ ഇതിന് കൗണ്ടറായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കറിയാവുന്ന എൻ്റെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരുന്ന CA എറണാകുളത്തുള്ള അദ്ദേഹം ജാതകമൊക്കെ നോക്കി നല്ല സമയം നോക്കി ICU കയറിയിട്ട് ഇഞ്ചക്ഷൻ മറ്റേ കോവിഡിൻ്റെ വാക്സിൻ കൊടുത്തതാണ്. തീർന്നുപോയി. അയാളുടെ ജാതകപ്രകാരമൊക്കെ ദൂഷ്യം പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തേലും സംസാരിക്കാൻ സാറിൻ്റെ സമയം ഇപ്പം നല്ലതല്ല നീ വെറുതെ പറഞ്ഞു പോയി. ഈ സാറ് പോയിട്ട് ജാതകം എവിടെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഗുരുജി എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്, ജാതകം ശരിയല്ലാന്ന്. ഞാൻ പറഞ്ഞു ഇത്രയും കഷ്ടകാലം പറഞ്ഞു കേട്ടുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞു പോയത്, അല്ലാണ്ട് ഞാനൊന്നും ഉള്ളിൽ നോക്കിയിട്ട് പറഞ്ഞല്ലാന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് ആ സമയത്ത് പ്രപഞ്ചം പറയിപ്പിച്ചത്. സാറ് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഈ തവണ കോവിഡായിട്ട് ഞാൻ പോകുന്നതാണ്. അതൊന്നുമില്ല സാറേ, സാറിന് ദീർഘായുസോ കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഇത് രണ്ടും ഞാൻ അറിയാണ്ട് പറയണതാണ്. ഒരു സമയത്ത് സമയം മോശമെന്ന് പറഞ്ഞ് പിറ്റേ സമയത്ത് ദീർഘായുസാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാർ ഏതായാലും ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തലേദിവസം എന്നെ വിളിച്ചിരുന്നു. പറഞ്ഞു ഞാൻ നാളെ ഉണ്ടാവില്ല, എനിക്ക് കണ്ടിന്യൂസ് മീറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവാണ്. എന്ത് പറ്റി എന്ന് ചോദിച്ചു. അല്ലേ ഞാൻ കോവാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ICUയിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതൊരു ഹോസ്പിറ്റലിൻ്റെ പേരും പറയാം, മറന്നുപോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആളാണ്. കഷ്ടകാലം വരേണ്ട സമയത്ത് വന്നില്ലേ? ഒരാൾക്കും ഭൂമിയിൽ ഇത് തടയാൻ പറ്റില്ല.